ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തിൽ. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികൾ പതിവ് പോലെ സ്കൂളിൽ പോവുക, പ്ലേ സ്കൂളിൽ പോവുക, വരിക, അതൊക്കെ ഞാൻ വഴി പോലെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഇന്നതേ നോയമ്പിൻ്റെ 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസം ഇതുപോലെ രാവിലെ ഇന്ന് ഡിവൈനാണ് കേട്ടോ നേരത്തോടെ എണീറ്റ്. ഡിവൈൻ ഇന്നലെ രാത്രി ചാക്കോച്ചൻ്റെ കരച്ചിലും ഇതൊക്കെ കാരണം ശരിക്കും ഉറക്കം കിട്ടിയില്ല. അപ്പോൾ രാവിലെ തന്നെ മൂപ്പര് എണീറ്റ് ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇട ദിവസം വർക്കിംഗ് ഡേയ്സിൽ ഇങ്ങനെയാണ്, നമ്മൾക്ക് മുറ്റത്തിറങ്ങി നിന്ന് നിറച്ച് വണ്ടികൾ കാണാം. അപ്പോൾ കുട്ടികളായിട്ട് രാവിലെ കുറച്ച് നേരം അവിടേക്കൊക്കെ അപ്പാപ്പനെ ഇറങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ പറ്റണില്ല, ഒക്കെ എണീക്കുക, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുക എന്നുള്ള മട്ടായി. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും തക്കാളി ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ കുഞ്ഞിഡ്ഡലി ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ആദ്യം നമ്മുടെ തോമുട്ടനാണ് പോവുക. അപ്പോൾ പാച്ചുട്ടൻ എണീറ്റ് വരികയാണ്, ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഗെയിമിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ പാട്ട് കേൾക്കുക, അതിൽ ABCD 2 പേർക്കുണ്ട്, ഒരുപോലെ ഉണ്ട് 2 പേർക്കും കേട്ടോ. അപ്പോൾ 2 പേരും അതൊപ്പം വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ ഒക്കെ ഇടന്നിട്ട് ഇത് കേൾക്കലും പറയലും ഒക്കെ. ഇപ്പോൾ 2 ആളുടെയും സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തോമുട്ടൻ മുടിയൊക്കെ വെട്ടിയിട്ട് വരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മൂപ്പരുടെ മുടിയൊക്കെ വെട്ടി. അപ്പോൾ അത് പറഞ്ഞിട്ട് ആ വിശേഷം പറഞ്ഞിട്ടാണ് വരണേ. അപ്പോൾ അങ്ങനെ ഇന്ന് അവൻ അപ്പയുടെ കൂടെയാണ് പ്ലേ സ്കൂളിലേക്ക് പോണേ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡോൺ പറയായിരുന്നു കൊണ്ടാക്കിയിട്ട് അവൻ അപ്പയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് കയറിപ്പോയിരുന്നു. അപ്പോൾ അത്ര മിടുക്കനായി. അതായത് 1 മാസം ശരിക്കും ഇന്നൊക്കെ ആയിട്ടുള്ളൂ, നാളേക്ക് 2-ാമത്തെ മാസം തുടങ്ങുകയാണ്. അതിൽ 2 ദിവസമാണ് അവന് പനിയായിട്ട്, കോൾഡായിട്ട്. ശരിക്കും വയ്യാണ്ടല്ല, ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ അമലിൻ്റെ കല്യാണത്തിന് പോകണമെന്നും പിന്നെ ഒരു ദിവസം വേറെ എന്തോ ഒരു ആവശ്യമായിട്ട്, അതിൽ ഒരു ദിവസം മാത്രം കോൾഡായിട്ട് നമ്മൾ വിടാണ്ട് നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും മിടുക്കനായിട്ട് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ആരും വിചാരിച്ചിട്ടില്ല ഇവനിങ്ങനെ കൃത്യമായിട്ട് പോയിട്ട് വരുമെന്ന്. അപ്പോൾ അങ്ങനെ പാച്ച് നോക്കി നിൽക്കുക തോമു പോണത്. അപ്പോൾ ഫുൾ ടൈം ടോണു എന്നുള്ള വിളിയാണ് കേട്ടോ പാച്ചുവിന്. പാച്ച് കുറേയൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ട് കണ്ടമാനം വാക്കുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിഡലിയൊക്കെ മാറ്റി വെച്ചു. ഞാനും ചാക്കോച്ചനും കിച്ചണിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലാണ് ചാക്കോച്ചൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കുക. അവർക്ക് ചാക്കോച്ചനെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഖാവ് ഡിവൈൻ ആൻറ്റി വാങ്ങിക്കൊണ്ടുവന്ന വാച്ച് കെട്ടിയേക്കുക. അപ്പോൾ അതുപോലെ തന്നെ ജയന്തി ആൻറ്റിയും വാച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാച്ചുവിനും തോമോനും. അപ്പോൾ അതിങ്ങനെ മാറി മാറി കെട്ടും. ഇന്നിപ്പോൾ ഇതുമ്മയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബട്ടണൊക്കെ പോയി, എന്നിട്ടൊരു ചരടൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് അപ്പം വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ അവന് അത്ര പോലെ അത് വേണം, ഇന്ന് പോകുമ്പോൾ അത് വേണം എന്നായിരുന്നു അവന്. അങ്ങനെ പാച്ചു റെഡിയായി, പാച്ചുവിൻ്റെ അമ്മ റെഡിയാവാൻ പോയേക്കണു. അപ്പോൾ ചില ദിവസം കാറിൽ പോവും, ചില ദിവസം സ്കൂട്ടറിൽ പോവും, തൊട്ടടുത്താണ്. അപ്പോൾ ഡാഡിക്ക് പുറത്തേക്ക് പോകേണ്ട ഇതനുസരിച്ചാണ് അവരും പോവുക കേട്ടോ. പക്ഷെ നല്ല വെയിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ പാച്ചു പ്ലേ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവൻ്റെ അമ്മ ഒരു രസത്തിന് കുറച്ച് നടന്നു. അതായത് വളരെ കുറച്ച് സമയം നടന്നപ്പോഴേക്കും ആ വെയിൽ കൊണ്ടിട്ട് അന്ന് അവന് ഭയങ്കര പനിയൊക്കെ വന്നു. അന്ന് ഞാൻ ഡിമ്പിളിനെ കുറേ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതിന് ശേഷം ഇതൊക്കെ ആ പനിയും കാര്യങ്ങളും കഴിഞ്ഞ് വാക്സിനൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ അവന് അങ്ങനെ ഒരു വെയിലോ, അതായത് അവൻ നോർമൽ ബേബി പോലെ തന്നെയായിട്ടോ. അതായത് ഇപ്പോൾ ഒരിക്കലും ഞങ്ങൾക്കൊരു പേടി തോന്നാറില്ല പുറത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോഴോ ഒന്നും. ഇതുവരെ അവന് വേറൊരു പ്രശ്നമില്ലാണ്ട് ദൈവം കാത്ത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം മിടുക്കനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെയും കൂടി പോയി തുടങ്ങിയപ്പോൾ അവൻ പറയാൻ പറ്റില്ല, അത്രയും നല്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാച്ചുവിനെ യാത്രയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുവും അമ്മയും കൂടിയിട്ട് പോയി കഴിഞ്ഞ് അതോടുകൂടി ഡാഡിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവരെ കൊണ്ടുവരിക ചെയ്യും. ഇപ്പോൾ അതങ്ങനെയാണിപ്പോൾ ഇവിടെ സ്ഥിരമായേക്കുന്നത്. രാവിലെ ഡോൺ പോകുമ്പോൾ തോമൂനെ കൊണ്ടുപോകും, കുറച്ച് കഴിഞ്ഞ് ഡാഡി പോണോടുകൂടി ഇവരെ കൊണ്ടുവന്നാക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ മിളക്, ഭയങ്കര മോശം മിളകായിരുന്നു. സംഭവം വലിയ മിളകാണ്, നല്ല എരിവുണ്ട്, പക്ഷേ ചുക്കി ചുളിഞ്ഞ് ആകെ നമുക്ക് കറിയിലിടാൻ തോന്നാത്ത പോലെ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മിളക് ഇന്നലെ വാങ്ങി. അപ്പോൾ ഞാനിത് പതുക്കെ മുറിച്ച് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ, കുത്തിപ്പൊടി ക്രഷ്ഡ് ചില്ലിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ പൊന്നു മടങ്ങി വന്നു കേട്ടോ. ഇവർ
അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഡിവൈൻ മുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ വല്ല ഫുഡിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കുക. അതൊക്കെ ഒക്കെ തലേ ദിവസം ചെയ്യണ കാരണം ആ പണികളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ വല്ലത് അലക്കാണ്ടെങ്കിൽ അലക്കുക, അങ്ങനെയുള്ള പണികളാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ദേ പാച്ചുത തിരിച്ചു വന്നു. പാച്ചുവിന് ഒരു ക്ഷീണമില്ല, പക്ഷേ പാച്ചുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. 2-3 മണിക്കൂർ ഇങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ. പിന്നെ അതുമാത്രമല്ല, പൊന്നു പറയായിരുന്നു അവിടെ വരുന്ന കുട്ടികളെ അവരെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവൾ എപ്പോഴും പറയും നമുക്ക് ദൈവത്തിനോട് 1000 നന്ദി പറയണം. കാരണം പാച്ചുവിനെ സംബന്ധിച്ച് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു മോനായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടി. ഒരു പ്രശ്നമില്ലാണ്ട് ഭൂമിയിലേക്ക് വന്ന മക്കളാണ്. 2 വയസ്സ് 3 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ഒരേ പോരായ്മകൾ കണ്ടിട്ട് ഓരോ തെറാപ്പിക്ക് വരണതെന്ന്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഐറ്റം പ്ലേറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു നാഗപടം, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന് കേട്ടോ. കുറേ ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ, കുഞ്ഞിത് തൊട്ട് വലിയത് വരെ ഉണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. റൂബിയാണ്, ഫുൾ സ്റ്റോൺസ് റൂബി, നല്ല ഒരു കൊത്തുപണിയൊക്കെയുള്ള നല്ല ട്രഡീഷണൽ സംഭവം. ഇത് പിന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ കയ്യിൽ സ്ഥിരം ഉള്ളതാണ്. നെറ്റിൻ്റെ പേളിൻ്റെയും മൾട്ടി കളറിൻ്റെയും ചെയിൻ ഡബിൾസും ഉണ്ട്, നോർമൽ മുത്തിൻ്റെ ഉണ്ട്. അങ്ങനെ 3 പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. 6 പിടി വരുന്നുണ്ട്, അത് തന്നെ ചെറുതും വലുതും വരുന്നുണ്ട്. 8 പിടി വരുന്നുണ്ട്, അത് വലുത് വരുന്നുണ്ട്. പിന്നെ ഡബിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ മറ്റേ ഡ്രീം കളക്ഷൻസിലുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കുറച്ച് വീഡിയോസ് ഇടാറായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, എല്ലാം കൂടി അങ്ങോട്ട് ഓടിയെത്തുന്നില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു പവൻ്റെ കുതിരപ്പവൻ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് കേട്ടോ. ലക്ഷ്മിയുടെ ഉണ്ട്, പിന്നെ തലയുടെ ആയിട്ട് നമ്മുടെ സാധാരണ പവൻ വരില്ലേ അതുപോലെയും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് 1 പവൻ, അരപ്പവൻ, 1 ഗ്രാം, 2 ഗ്രാം, അങ്ങനെയുള്ള എല്ലാ വലുപ്പത്തിലും തൂക്കത്തിലും ഈ സാധനം ഉണ്ട് കേട്ടോ. തൂക്കത്തിൽ എന്ന് പറഞ്ഞാൽ പിടിക്കുമ്പോഴുള്ള വെയിറ്റാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ ഇന്നലത്തെയും ഇന്നലത്തെ കൂർക്കയുടെ ഉപ്പേരി, പരിപ്പ്, അങ്ങനെ എല്ലാത്തിനും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുട്ടികൾ ചപ്പാത്തിയാണല്ലോ കഴിക്കുന്നത്, 2 ആൾക്കും ചപ്പാത്തി മതി. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാത്തിൻ്റെയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഇങ്ങനെ തട്ടിമുട്ടി അവസാനിപ്പിക്കാം. വെറുതെ ഫ്രിഡ്ജിൽ നമ്മൾ ഇറച്ചി ചൂടാക്കി കഴിക്കണ പോലെ അല്ലല്ലോ പച്ചക്കറി ചൂടാക്കാനായിട്ട്, അത് അത്ര വലിയ സുഖമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ദേ തോമുട്ടൻ നേരത്തോടെ വന്നു കേട്ടോ. തോമുട്ട ഇന്ന് അപ്പാപ്പൻ വേഗം പോയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുട്ട വന്നു കഴിയുമ്പോഴാണ് അപ്പോൾ പാച്ചും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് പിന്നെ ഡിവൈൻ്റെ വക ക്ലാസ്സാണ്. അപ്പോൾ ഡിവൈൻ പറയും ഞാൻ അവന് ക്ലാസ് എടുത്തോളാം. നമ്മൾ പറയണതൊക്കെ അവൻ ഏറ്റു പറഞ്ഞു തുടങ്ങി, കാണിക്കുന്നതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക, അതൊക്കെ അവൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോമു ഈ പ്രായത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാച്ചും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് നിങ്ങൾക്കറിയാലോ ഞാൻ വീഡിയോ ഉച്ച വരെയുള്ള സംഭവം ഇടണം. കാരണം എനിക്ക് രാത്രിയിലത്തെ ഉറക്കം ഭയങ്കര പ്രശ്നമായി തുടങ്ങി. അപ്പോൾ കുട്ടികൾ പറയപ്പോൾ മുടിയും ഭയങ്കരമായിട്ട് കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് കുട്ടികൾ പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ ഒരു സെറം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ല, അത് പെരട്ടണ കാരണം തോന്നിട്ട് പെട്ടെന്ന് ഉറക്കവും വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് തുടർന്ന് നല്ല ഗുണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. കാരണം സ്വതവേ അങ്ങനെയാണല്ലോ, എനിക്ക് എന്തെങ്കിലും നല്ലത് കണ്ടാൽ ഞാൻ അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വലിയ കുഴപ്പം ഇപ്പോഴേ മുടിയുടെ ഇവിടെ നിന്നൊക്കെ അന്ന് ഞാൻ ഡൈ ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ നരച്ച മുടിയോ അതൊക്കെ ഇങ്ങനെ കയറി വല്ലാണ്ട് വൃത്തികേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നരയും ആകെ മോശമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് നോക്കിയോളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, ഫ്ലിക്സ് റോസ്മേരി ഹെയർ ഗ്രോത്ത് അഡ്വാൻസ്ഡ് സിറം. കണ്ടോ ഇതിൻ്റെ പാക്കിങ്ങും അതെ നല്ല പാക്കിങ്ങാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടയണ ഒരു ബോട്ടിലാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇങ്ങനെ ഫില്ലറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് തേച്ച് തുടങ്ങിയ പിന്നെ വലിയ മുടി കൊഴിച്ചിലൊക്കെ ഇത്തിരി കുറവുണ്ട്. പിന്നെ ഉള്ളിൽ നിന്ന് കുഞ്ഞു മുടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് റോസ്മേരി ഓയിലുണ്ട്, പിന്നെ അതിൽ 3% റിഡൻസിൽ എന്ന് പറഞ്ഞ സംഭവം, അതാണ് ശരിക്കും ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നത്. പിന്നെ ഒരു 4% അനാഗെയിൻ, പിന്നെ വീണ്ടും ഒരു 3% ബയോക്യാപ്പിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ ഈ മുടിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. റോസ്മേരിയാണ് മെയിനായിട്ട് ഇതിന്, പിന്നെ ഈ റെഡൻസിലും. അപ്പോൾ ഞാൻ എന്തായാലും പരീക്ഷിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാ. മുടി നല്ലോണം കൊഴിയണവരും, പിന്നെ എന്താ പറയുക, മറ്റേ തല ശരിക്കും ഇങ്ങനെ മുടി പോയിട്ട് ഇങ്ങനെ പെട്ട പോലെ ആവില്ലേ, അവർക്കൊക്കെ ഇത് 84 ദിവസത്തിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന പറയണം. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അത്രയ്ക്ക് ആകുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തലയിൽ ഫില്ലറോട് അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കിടന്നുറങ്ങാം. കാരണം ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പിന്നെ കുളിക്കുകയൊന്നും വേണ്ട. അതായത് കുളിക്കേണ്ടെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കേട്ടോ. ഇത് തേച്ച് നമ്മൾ എണ്ണയിട്ട് കഴിഞ്ഞിട്ട് കുളിക്കുന്ന പോലെ ഉള്ളൊരു സംഭവം വേണ്ട. ട്രൈക്കോളജിസ്റ്റ് ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ആണ്. ശരിക്കും ഇത് തേച്ച് തുടങ്ങി ഒരു 60 കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് തുടങ്ങി ഒരു 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൊച്ചു കൊച്ചു മുടികൾ വളരുന്നത് കാണാം കേട്ടോ. അപ്പം 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം കിട്ടും. ഇത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതൊരിപ്പോൾ കണ്ണാടയുടെ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാലോ ഇപ്പോൾ ഉദ്ദേശം. എനിക്കിപ്പോൾ ഈ ഫ്രണ്ടിലാണ് അധികം പോയി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് അപ്പോൾ അതേ നമ്മളിങ്ങനെ മെസ്സേജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല. വെറുതെ വെള്ളം, ഞാൻ പറഞ്ഞില്ല, ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിങ്ങനെ ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് മതി, വളരെ കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ മുടി കുറവെന്ന് തോന്നുന്നത് അവിടെയാണ് പിടിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വശമാണ് ഇവിടെ ഇങ്ങനെ നരച്ച മുടി വന്നിട്ട് അവിടെയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കട്ടെ, അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അതിൻ്റെ വ്യത്യാസം. അപ്പം ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കാൻ പോണതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 90 ദിവസം യൂസ് ചെയ്താൽ കറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ, ഉപയോഗിച്ച് നോക്കണം എന്നല്ല, ഒന്ന് നോക്കുക ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ടാഗ് പ്രോഡക്ട്സിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഡെൻസി 30 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഓർഡർ ചെയ്യുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളും ഈ പ്ലിക്സ് റോസ്മേരി ഹെയർ ഗ്രോത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ, സെറം. അങ്ങനെ വൈകിട്ട് കോണാണ്. കോൺ ബട്ടറും ഡിവൈനും എനിക്കും അതേ ഡിമ്പിളിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോൺ വെറുതെ വേവിച്ച് ബട്ടറിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ബട്ടറും കൂടി ഇട്ടിട്ട് കഴിക്കാനായിട്ട്. സംഭവം അത് ഒക്കെ ചെയ്ത് വന്നെങ്കിലും ഡിവൈൻ ആ സമയത്ത് പോയി. അപ്പോൾ ബട്ടർ കട്ടയാവണ്ട വെച്ചിട്ട് ഞാൻ വേഗം അതെടുത്ത് കഴിച്ചു, ഡാഡിക്കും കൊടുത്തുട്ടോ. അപ്പോൾ ഇവിടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കൊച്ച് കോളിഫ്ലവർ വാങ്ങിയിട്ട് നമുക്കത് മതി. അപ്പോൾ അത് വെച്ച് വേഗം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇവരിതേ സിനിമയ്ക്ക് പോവാണ്. പ്രേമലുവ അങ്ങനെ എന്തോ ഒരു പുതിയ ഫിലിം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്ന് ഇട്ട പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം പോവാണ്. അപ്പോൾ പാച്ചുവിനെ ഇവിടെ നിർത്തി, ചാക്കോച്ചനെ ഇവിടെ നിർത്തി. കാരണം പാച്ചുവിന് അങ്ങനെ വലിയ അമ്മയുടെ കൂടെ പോകണമെന്നോ സിനിമ കാണണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല. പാപ്പ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഞാനായാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം ചാക്കോച്ചനെന്ന് വെച്ചാൽ അറിയാലോ, വാക്സിൻ കഴിഞ്ഞിട്ട് ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ചാക്കോച്ചനെ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടുമില്ല കേട്ടോ. ക്രൗഡിലേക്ക് തന്നെ ഇപ്പോഴാണ് പതുക്കെ കൊണ്ടുപോയി തുടങ്ങിയത്. അപ്പോൾ പാച്ചുവിനാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അവന് തന്നെ ചാക്കോച്ചനെ കളിക്കാൻ കിട്ടിയ സമയമാണ്. അപ്പോൾ അപ്പാപ്പനും മക്കളും അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വേഗം പോകുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ 2 കുട്ടികളും പോയത്. അപ്പോൾ ഞാൻ വേഗം പട്ടിക്കൂട്ടിൽ അവർക്കുള്ള കാര്യങ്ങൾ ഇറച്ചി വേവിക്കുക, അവർക്കത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ ഞാൻ കൂടുന്ന രാവിലെ ഉച്ചതിരിഞ്ഞ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വശം നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരെ കയറ്റിനോട് കൂടിയിട്ട് ആ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടു. പിന്നെ കുറച്ച് നേരം ഞാൻ നടന്നു, പാച്ചുനെയും കൊണ്ട് ഞാൻ മുറ്റത്ത് നടന്നു കേട്ടോ. സംഭവം രാത്രിയിലാണ് എങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നടക്കാം. അവനും ഒരു ഇതല്ല, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അവൻ നടന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. പിന്നെ എനിക്കൊരു പേടി, മഞ്ഞെങ്ങാനും ഉണ്ടായാലും, മഞ്ഞൊന്നുമില്ല എങ്കിലും എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ വേഗം കയറി കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. പാച്ചു സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു, ചാക്കോച്ചൻ പാല് കുടിച്ചു, ചാക്കോച്ചൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ മണി 10 ആവാറായി. ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. സാധാരണ ഈ നേരത്തെ അങ്ങനെ ഒന്നും കഴിയാറില്ല, പക്ഷേ ഇന്ന് ആരും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സെറ്റിയിൽ അവിടെയൊക്കെ ഇരുന്നെങ്കിലും പിന്നെ പതുക്കെ ചാക്കോച്ചനെ കൊണ്ടുവന്ന് ഇവിടെ ഡിമ്പിളുടെ റൂമിലേക്ക് എടുത്തി. അതോടുകൂടി നമ്മുടെ പാച്ചൂട്ടനും അതെ അപ്പാപ്പനും കൂടി അവിടെ വന്ന് കിടന്നു, ഞാനും അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടാണ് പിന്നെ ഞാൻ
എന്തെങ്കിലും നോക്കി പറയുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടമാനം കോളുകളും മെസ്സേജുകളും, അപ്പം ഞാൻ സാരിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സംഭവം കുറച്ചായെങ്കിലും അങ്ങനെ പുറത്തേക്ക് അധികം അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിവൈൻ 2 സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻക്വയറി ആയിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ള്. പക്ഷേ ആദ്യത്തെ എന്താ പറയുക, ഇട്ട ഒരു 10 മിനിറ്റ് കൊണ്ട് അതിലുള്ള ഒരു സാരി അപ്പം തന്നെ സെയിലായിട്ടോ. അത് ഭയങ്കര ഭംഗിയാണ് സാരി. നമ്മളുടെ എല്ലാ സാരികളും കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ വില അധികമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വില അങ്ങനെ പരസ്യമായിട്ട് ഇടാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും നമ്മളത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ചേട്ടനും അനിയനും കൂടിയിട്ട് നല്ല കളിയാണ്. കളിയല്ല, പാച്ചു ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക ചാക്കോച്ചനെ, ഒളിച്ച് കളിക്കുന്നുണ്ട്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അവന് ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു പേടിയുണ്ട്, ഇനി അവൻ അപ്പാപ്പനെങ്ങാനും ചാക്കോച്ചനെ എടുത്താലോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ. അപ്പം ഞാനാച്ചാൽ കണ്ടമാനം നേരം ഇവരുടെ കൂടെ ഇരിക്കണ കാരണം നമുക്ക് കുട്ടികളുടെ കളി എന്ന് പറഞ്ഞാൽ അത് കാണാനൊരു സന്തോഷമല്ലേ. അപ്പോൾ പാച്ചുതേ ഉമ്മം കൊടുക്കൽ, പാല് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പാലൊക്കെ പിടിച്ച് കൊടുക്കൽ. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ തോമുണ്ടെങ്കിൽ തോമു സമ്മതിക്കില്ല, എൻ്റെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞിട്ട് നീക്കുക. അവൻ്റെ പേടി പാച്ചു എന്തെങ്കിലും ഇവനെ ചെയ്യുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വന്നിട്ടുള്ളത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിംപിളിനും ഡിവൈനൊക്കെ. അവർ തിയേറ്ററിലിരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണാവോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും. അതായത് ഇവിടെ ഓക്കെയാണ്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് സമാധാനത്തിലിരുന്നോ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അവർ അഥവാ കരഞ്ഞാൽ പോലും ഞാൻ ആ സമയത്ത് പറയില്ല കരഞ്ഞു എന്ന്. കാരണം വെറുതെ നമ്മൾ പോയോടുത്ത് അവരെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ അവർ വരാനൊന്നും കാത്തു നിൽക്കണില്ല കേട്ടോ. കാരണം അവർ വരാൻ കാത്തു നിന്നാൽ കുറേ ലേറ്റാവും. ഇതിപ്പോൾ എൻ്റെ പണി എൻ്റെ പരിപാടി കഴിഞ്ഞു. കുട്ടികൾ 2 ആളും കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.